ചന്ദ്രപോക്തികൾ കേട്ടു മുനീന്ദ്രനും ചിത്തത്തിൽ നാരായണനെ സ്മരിച്ചത ചൊല്ലിനാൻ. മാധവതുല്യനായി എത്രയും നല്ലൊരു ഭൂസുരനായ കുചേലനും നിത്യം യമനിയമാദി സമസ്തവും ഭക്ത്യാ പ്രവർത്തിച്ചു കൃത്യം വിഴയാതെ നിർമ്മലനാകും കുചേലനു മാനസേ വന്നിരിക്കും ഇതിഹപരം വൈരാഗ്യം. ഇങ്ങനെയുള്ളവൻ നിത്യകർമ്മങ്ങളും മംഗളഭക്ത്യാ പരങ്കൻ സമർപ്പിച്ചു ചെയ്തു പോരുന്ന നാൾ അങ്ങവൻ ഭാര്യയും ചേതസി പാരം ദരിദ്രത വായ്ക്കയാൽ നിർധനനാകും പതിയോടു ചൊല്ലിന. പൃഥ്വീശ്വരോത്തമ സർവൈകസമ്മത സദ്ഗുണമൂർത്തേ സർവജ്ഞ മമ കാന്ത നിർമ്മലയാമെന്റെ വാക്കുകൾ കേൾക്കണം. വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹുവിത്തവാന്മാരായി നമുക്കില്ലൊരുത്തരും ആകയാൽ തൊൽപുത്രർ അനാശനമില്ല. ആകയാൽ ഞാനും തപിച്ചു മഹാമതേ കൈകാലുടലും തളരും നിരേറ്റവും പൈ കൊണ്ടു നിൽപ്പാനരുതെനിക്ക് ഒട്ടുമേ. പാരം വിശന്നുകരയും കിടാവിന്റെ പാരവശ്യം കണ്ടു ഉരുകുന്നു മാനസം. നല്ല വസന കനകാഭരണങ്ങൾ എല്ലാമേ കാമിക്കുമല്ലോ തരുണിമാർ. എന്നിവയൊന്നിലുമില്ല എനിക്കാഗ്രഹം. അന്നം ഒരിക്കൽ ഒരു ദിനമാം മതി. തൊൽകൃപയുണ്ടെങ്കിലൊക്കെയും സാധിക്കും. ഉൾക്കാമ്പിലൊട്ടാൽ അതില്ല സംശയോ. ദുഷ്ടവിനാശനൻ ഇഷ്ടഫലപ്രദൻ വിഷ്ടപാധീശൻ ഭജനീയ കാമദൻ ചന്ദാമരക്ഷൻ അസുരാരി താപക ചിന്തിക്ക സബ്രഹ്മചാരി ലക്ഷ്മീപതി. പുഷ്ടകീർത്തിയാ നിജദ്വാരകാമന്ദിരേ ദുഷ്ടവിനാശനൻ വാഴുന്നിരില്ലയോ. സന്തതം തന്നുട ഭക്തജനത്തിനു ചിന്തിക്കിൽ ആത്മാവ് പോലും കൊടുത്തിടും ചന്താമരാക്ഷന്റെ പാദസരോജത്തെ സന്തതം ചിന്തിച്ചു വാഴും. ഭവാനിഹ ചിന്തിക്കിലിഷ്ടസഖന്നതു മാധവൻ അന്ധവേന്ദ്രൻ ഭവാന് എന്ത സാധ്യം ഭുവി. ഇന്നു ഭവാൻ മാധവും കാണുകിൽ ഇന്നു നമുക്കു ദാരിദ്ര്യവും തീർന്നിടും. ഏവം ഗൃഹിണിതൻ വാക്കു കേട്ട് അന്നേരം ദൈവഗതിയോർത്തു ചൊല്ലിനാൻ വിപ്രനും. വിപ്രകുലോത്തമേ നീ
ചൊന്ന വാക്കുകൾ സുപ്രിയം ഒക്കെയും യോഗ്യമതു ദൃഢം. അർദ്ധത്തിലാഗ്രഹമില്ലെനിക്ക് എങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിന്നുടെ വാക്കിനു വേണ്ടി ഞാൻ നാളേകലോചനം നന്ദിയെ രണ്ടില്ല പോയി വീണ്ടു വന്നിടുവൻ ഇഹ. പാരം സുഹൃത്താം അഖില ജഗൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്തു വളർന്നാലും പുരാ ബന്ധുവാത്സല്യം ഉല്ലസിപ്പാൻ ഒന്നു കാഴ്ച വയ്ക്കേണ്ടയോ. ആയതിനിന്നു നീ പ്രാഭൃതം നൽകുകയില്ലായതുകൊണ്ടു ഞാൻ കല്യാണി പോകുവൻ. ഇതം രമണന്റെ വാക്കുകേട്ട നേരം സത്വരം 4 ഗൃഹേ ചെന്നു യാചിച്ചു പത്നിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരും പത്നിക്കു 4 വീടിനവൽ നൽകിനാർ. അപ്പോൾ അതും ഒരു ഭിന്നവാസനത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടി കിഴിയാക്കി ചിത്തമോദേന മുകുന്ദൻ നൽകുവാൻ ഭർത്താവു തന്നുടെ കയ്യിൽ നൽകിയിടില്ല. സത്വരമായതും കൈക്കൊണ്ട് വിപ്രനും ചിത്തമോദേന പോകും വിധം ചിന്തിച്ചാൻ. ചന്ദാമരാക്ഷന്റെ ദർശനം ഇന്നുമേ ചിന്തിക്കിൽ ഇങ്ങു സാധിക്കും അസംശയം. എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു ബോധിച്ചു ചെന്നു കുചേലനും മാധവ മന്ദിരം സ്വർണമയം മനോബോധം ആനന്ദേന കണ്ടു അങ്ങനെ ചെന്നു കടന്നിതു ഗോകുലം. പിന്നെയും ഉന്നത വാരണപ്പന്തി പതിഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല ആർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലൻ. ഒരു ഗൃഹം ബുക്കിതു ചെന്നു കുചേലൻ. ഒരു ഗൃഹം ബുക്കിതു മന്ദിരം വന്നതു രുക്മിണി തന്നുടെ. അപ്പോൾ മുകുന്ദൻ വിപ്രവരൻ തന്നെ പ്രേമമോടു കണ്ട് ഏറ്റവും സസംഭ്രമം വേഗേന ചെന്നു പ്രിയ സഖൻ തന്നെയും ആഗമാന്താർത്ഥൻ പുണർന്നു വഴി പോലെ പാണിയും കൈ കൊണ്ടു നിന്നു മുകുന്ദൻ. പ്രാണപ്രിയ സഖസംഗേന രോമാഞ്ച പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിതു. അപ്പോൾ വിപ്രവരനും മാധവസംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിതു. പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിങ്കൽ സർവപാപാപകനായ ജനാർദ്ദനൻ നിർവാണവൻ ധരിച്ചിടിനാൻ. പിന്നെയോ വാരണേന്ദ്രന്റെ കരം പിടിച്ചൻപോടു ചാരുതരമായതന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു. ദിവ്യാംഗരാഗം പിന്നെ വിരവോടു ഭോജിച്ചു ഭാതവൻ. അന്നേരം അത്ര വൈദർഭ്യമുതലായ നാരിമാർ ആലവട്ടങ്ങൾ വിഹിനിന്നാ.